ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു ടോപ്പിക്കാണ്. കാരണം അത്രയ്ക്കും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. 2026 ഈ ന്യൂ ഇയർ ഒക്കെ ആവാറായപ്പോഴേക്കും എല്ലാവരും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ പലർക്കും ഈ മാനിഫെസ്റ്റേഷനിലൂടെ കാര്യങ്ങൾ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയൂ? അതിന് നമ്മുടെ ബോഡി ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. എസ്പെഷ്യലി 3 ചക്രയുടെ ബ്ലോക്കേജസ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അതങ്ങനെയാണ്. അതായത് നമ്മൾ മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കൊരു സംഭവം നടന്നു കഴിഞ്ഞു, നമുക്കത് കിട്ടി, നമ്മൾ അതിനകത്ത് ഹാപ്പിയാണ് എന്നല്ല മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. യൂണിവേഴ്സ് നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തരാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. എന്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ ചുമ്മാ കട്ടിൽമ കിടന്നിട്ട് യൂണിവേഴ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതാണ്. എനിക്ക് ഒരു പണി എടുക്കാണ്ട് മാനിഫെസ്റ്റ് ചെയ്യണതാണ്. എനിക്കൊരു BMW കാർ വേണം, അല്ലെങ്കിൽ എനിക്കൊരു റോൾസ് റോയ്സ് വേണം, തരണം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് തരില്ല. 10 കോടി തരണം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് തരില്ല. നമ്മൾ പണിയെടുക്കണം. ആ പണിയെടുക്കുന്നത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിന് 10 ഇരട്ടിയായിട്ട് നമുക്ക് കൊണ്ടുതരും. ശരിയാണ്. പക്ഷെ നമ്മൾ പണിയെടുക്കാണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോ മന്ത്രസിദ്ധി, ഹൗ ടു അറ്റൈൻ മന്ത്രസിദ്ധി എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുമോ? കാരണം അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഈ പറയുന്ന മന്ത്രസിദ്ധി എന്ന് പറയുന്ന പരിപാടി മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കും. അതായത് ഒരു മന്ത്രം, സ്പെസിഫിക് ആയിട്ടുള്ളൊരു മന്ത്രത്തിലൂടെ ആ മന്ത്രത്തിൻ്റെ അധിപതിയായ ദേവനോ ദേവിയോട് അവരുടെ പവേഴ്സ് നമ്മളോട്ട് എത്താൻ വേണ്ടിയാണ് നമ്മൾ മന്ത്രസിദ്ധി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് ആ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്, നമ്മുടെ ബോഡി അതിന് കേപ്പബിൾ അല്ലെങ്കിൽ ഇതിനെ അറ്റൈൻ ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ്റെയും പ്രശ്നം. ഞാൻ പറഞ്ഞിരുന്നു 3 ചക്രയുടെ ബ്ലോക്കേജസ് ആണ് ഇതിൻ്റെ പ്രശ്നം എന്ന്. ബേസിക്കലി അതായത് നമ്മുടെ താഴ്ത്തിരിക്കുന്ന 3 ചക്രാസ് ഉണ്ട്. റൂട്ട് ചക്ര, അതേപോലെ സേക്രൽ ചക്ര, സോളാർ പ്ലെക്സ്. ഇതിൻ്റെ ബ്ലോക്കേജസ് ആണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെയും ബ്ലോക്കേജസ് ആയിട്ട് പ്രശ്നം. എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. റൂട്ട് ചക്ര ചുമപ്പ കളറിലെ ഏറ്റവും അടിയിലത്തെ നമ്മളൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിലെ ഏറ്റവും അടിയിൽ ഒരു ചുമപ്പ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ റൂട്ട് ചക്രയായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ റൂട്ട് ചക്രയുടെ മെയിൻ വിത്ഡ്രോവൽ എന്ന സിംറ്റം എന്ന് പറയുന്നത് ഫിയർ, ഭയമാണ്. പേടി, ഭയം. അതിൻ്റെ തൊട്ടു മുകളിലെ ചക്രയായ സേക്രൽ ചക്ര, ഓറഞ്ച് കളർ ചക്ര. ഈ ചക്രയുടെ വിത്ഡ്രോവൽ സിംറ്റം എന്താണെന്നറിയോ? ഗിൽറ്റ്, കുറ്റബോധം. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് മുകളിലെ ചക്രയായ സോളാർ പ്ലെക്സ് ചക്ര. ഈ ചക്രയുടെ വിത്ഡ്രോവൽ സിംറ്റം, അതായത് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ബ്ലോക്കേജിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്, ഇല്ലായ്മ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ വിട്ടു പോയിട്ടില്ലെങ്കിൽ എന്തു പറ്റും? നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് കുറ്റബോധമാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പേടിയാണ്. യൂണിവേഴ്സ് ഇതൊക്കെ തരുന്നുണ്ട്. നമ്മുടെ മേളിലെ ക്രൗൺ ചക്രയിലെ കൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമ്മുടെ ബോഡിയിലോട്ട്. പക്ഷെ നമ്മുടെ ബോഡി ഇത് അറ്റൈൻ ചെയ്യാണ്ട് താഴത്ത് നിന്ന് ലൂപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്ന് ലൂപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വർക്ക് വരാത്തത്. ഈ ചക്ര ബ്ലോക്കേജസ് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു, യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പ്ലസ് പണിയും കൂടി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ആവുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് സ്പിരിച്വൽ ജേണിയിലോട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ചക്ര ബ്ലോക്കേജസ് നീക്കി 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 മേളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് കോൺഷ്യസ്നെസ് അതോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് 7 ചക്രാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, പ്ലസ് 2 ചക്രാസ് നമ്മുടെ മേളിലുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഈ ചക്രാസൊക്കെ ഓപ്പൺ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ കുറേ പോസിറ്റീവായിട്ടുള്ള എനർജീസ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് കുറേ ഡിവൈൻ ആയിട്ടുള്ള എനർജീസ് നമുക്ക് വരാൻ പറ്റും. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രൗൺ ചക്ര എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ക്രൗൺ, അറിയാലോ, കിരീടം. ആ കിരീടം നിങ്ങളൊരു ഇങ്ങനത്തെ ഷേപ്പുള്ളൊരു കിരീടമായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു സഹസ്രധാര അല്ലെങ്കിൽ താമര പോലെ ഇരിക്കുന്ന കിരീടമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇത് ബേസിക്കലി ഒരു ആൻറ്റിനയാണ്, ആൻറ്റിന കം റിസീവറാണ്. ഓക്കെ, ഇതിനകത്തേക്ക് കൂടിയാണ് നമുക്ക് സിഗ്നൽസ് വിടുന്നതും നമുക്ക് അതിൻ്റെ റിസീവിങ് ചെയ്യുന്നത്. യൂണിവേഴ്സിൽ നിന്ന് നമുക്കുള്ള വരുന്ന സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്തെ കൂടിയാണ് വരുന്നത്. പക്ഷേ ഈ ചക്രാസിലേക്ക് കൂടി നമ്മൾ പോയിട്ട് താഴത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കംപ്ലീറ്റ് കിട്ടുള്ളൂ. ഈ ചക്രാസ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടില്ല.
ഞാൻ പറഞ്ഞു ഈ താഴത്തെ 3 ചക്രാസ് നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചക്രാസ് കുറച്ചും കൂടി സിംപ്ലർ വേയിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ഹാർട്ട് ചക്രയും ത്രോട്ട് ചക്രയും. പക്ഷേ സേക്രൽ ചക്രയും നമ്മുടെ തേർഡ് ഐ ചക്രയും ക്രൗൺ ചക്രയും ഇത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഓപ്പൺ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം വേറൊരു വീഡിയോയിൽ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മളിൽ നിന്നാണ് വർക്ക് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടാവും, ഉറപ്പായിട്ടും സംശയങ്ങൾ നമ്മൾ തീർത്ത് തന്നെ വേണം. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കും. ഞാൻ ടൈമിന് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.